പ്രിയരെ, ആദ്യമായി ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മൾ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിക്കുവീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഉണർന്നിരിക്കുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. ഈ 2 കാര്യങ്ങളെപ്പറ്റി അല്പസമയം ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നൊരു വിശ്വാസിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. 1 ഉണർന്നിരിക്കുക, 2 വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. ഓരോ ദിവസവും പുതിയ പുതിയ വെല്ലുവിളികൾ നേരിട്ടെങ്കിലേ ഒരു വിശ്വാസിക്ക് ജയാളിയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് നാം ഉണർന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. നാളെ എന്താണ് നാം നേരിടേണ്ടി വരിക എന്ന് ഇന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധ്യമല്ലല്ലോ. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പലപ്പോഴും നമ്മുടെ സാക്ഷ്യത്തെ ബലഹീനമാക്കാറുണ്ട്. അമൽ ജോൺ ജേക്കബ് എഴുതിയ ഒരു കവിതാശകലം ഇപ്രകാരമാണ്: ചിറകുകൾ ഉണ്ടായിട്ടും നിങ്ങൾ പറക്കാത്തത് എന്താണ്? ആരാണ് നിങ്ങളെ കൂട്ടിലടച്ചിരിക്കുന്നത്? മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ മേയാതിരിക്കുന്നത് എന്താണ്? ആരാണ് നിങ്ങളെ തൊഴുത്തിൽ ഇട്ടിരിക്കുന്നത്? തൊഴുത്തും മേച്ചിൽപ്പുറങ്ങളും കൂടും വിഹായസും നിങ്ങളുടേതെങ്കിലും കൂട്ടിൽ മാത്രം അകപ്പെടരുത്, തൊഴുത്തിൽ മാത്രം കെട്ടപ്പെടുകയും അരുത്. അനന്തമാണി പുൽപ്പുറങ്ങൾ, ചിറകടിച്ചുയരുക, സ്വച്ഛന്തമാണി വിഹായുസും. പ്രിയരെ, ഇന്ന് പ്രവർത്തകരുണ്ട്, പക്ഷെങ്കിൽ പ്രവർത്തനമില്ല. സഹോദരന്മാരുണ്ട്, സാഹോദര്യമില്ല. പ്രാർത്ഥനയുണ്ട്, പക്ഷെങ്കിൽ ശക്തിയില്ല. വിശ്വാസികളുണ്ട്, പക്ഷെങ്കിൽ വിശ്വാസമില്ല. മതങ്ങളുണ്ട്, എങ്കിലും സൗഹാർദ്ദമില്ല. കൂട്ടായ്മകളുണ്ട്, എങ്കിലും കരുതലില്ല. പ്രസംഗമുണ്ട്, എങ്കിലും പ്രവൃത്തിയില്ല. സ്നേഹിതരുണ്ട്, എങ്കിലും സ്നേഹമില്ല. ബന്ധങ്ങളുണ്ട്, എങ്കിലും പ്രസക്തിയില്ല. ആരാധനയുണ്ട്, എങ്കിലും ആരാധകർ കുറയുന്നു. സംഘടനകളുണ്ട്, പക്ഷെങ്കിൽ ഒരുമയില്ല. സത്യവേദ പുസ്തകമുണ്ട്, പക്ഷെങ്കിൽ വായനയില്ല. വീടുകളുണ്ട്, എങ്കിലും കുടുംബങ്ങളില്ല. നീതിമാന്മാരുണ്ട്, നീതിയില്ല. പോലീസുണ്ട്, പക്ഷെങ്കിൽ ക്രമസമാധാനമില്ല. മനസ്സുണ്ട്, എങ്കിലും ശുദ്ധമല്ല. എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥ മാറിയേ മതിയാവും. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാം വാക്യം. കർത്താവിനായി ഏറെ ദൂരം നമുക്ക് പോകാനുണ്ട്, ഏറെ വേലകൾ ചെയ്യാനുണ്ട്. ലോകം മുഴുവൻ ക്രിസ്തുവിനായി നേടുകയാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ധർമ്മം. പുതിയൊരു ലോകം പടുത്തുയർത്താൻ ഒന്നായി നമുക്ക് അണിചേരാം. ഒരുമയിൽ നമുക്ക് അണിചേരാം. കർത്താവിൽ നിന്ന് ഊർജം നേടി കരുത്തരായി മുന്നേറാം. പ്രബുദ്ധരായി മുന്നേറാം. ധീരതയിൽ മുന്നേറാം. ഐക്യതയിൽ മുന്നേറാം. നൂതന കർമ്മപദങ്ങളിലൂടെ അതിവേഗം മുന്നേറാം. ഉണരാം, നമുക്കുണരാം. പ്രിയജനമേ, നമുക്കുണരാം. മൃതരാം നമ്മെ ചേർപ്പാൻ യേശു വരുന്നു, നമുക്കുണരാം. പദം പദം ഉറച്ചു നാം ക്രൂശുമേന്തി പോകണം. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടിയിടണം. കീർത്തനത്തിലെ 306-ാമത്തെ പാട്ടാണ്. മലയാള സാഹിത്യശാഖയിലെ പ്രശസ്ത നിരൂപകനായ KP അപ്പനോട് ഒരിക്കൽ ഒരാളിങ്ങനെ ചോദിച്ചു: താങ്കൾ ഒരു വിശ്വാസിയാണോ? അപ്പോൾ അദ്ദേഹം മറുചോദ്യം ചോദിച്ചു: താങ്കൾ പറയൂ, ആരാണ് വിശ്വാസി? ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു: ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ, അതാണ് വിശ്വാസി. KP അപ്പൻ അതിന് മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്: സാത്താനും അറിയാമല്ലോ ദൈവമുണ്ടെന്ന്. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ല, ദൈവമുണ്ടെന്ന് അനുഭവിച്ചറിയുന്നവനും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവനുമാണ് യഥാർത്ഥ വിശ്വാസി. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി എന്നതിന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വ്യക്തമായ ഉത്തരം നൽകുന്നു. ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിക്കായി കണക്കിട്ടു. റോമർ 4:18 വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. അബ്രഹാമിനെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരായിരിക്കണം നാം. ഞെരുക്കത്തിനപ്പം തിന്നേണ്ടി വന്നാലും കഷ്ടത്തിന് കണ്ണുനീർ കുടിക്കേണ്ടി വന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ച് എന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ക്രൂശിനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം. അതിന് ദൈവം നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.